നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കുമുള്ള ശിക്ഷാവിധിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതികളുടെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗം കോടതി കേട്ടുകഴിഞ്ഞു. കോടതി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നാം പ്രതി പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തത്, മറ്റു പ്രതികൾ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. അത് ഒന്നാം പ്രതിക്കെതിരെയുള്ള കുറ്റങ്ങൾ മറ്റ് 5 പ്രതികൾക്ക് എതിരെ നിലനിൽക്കുമെന്നുള്ള ചോദ്യമാണ് പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുകയും ചെയ്തത്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, ഏതായാലും പ്രോസിക്യൂഷൻ്റെതടക്കം വാദങ്ങൾ അവിടെ അവസാനിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ വിധിയിലേക്ക്, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിധി വരികയാണെന്ന് പ്രോസിക്യൂഷൻ പറയുകയാണ്. 376D എന്നത് കൂട്ടബലാത്സംഗ കുറ്റമാണ്. അതിൽ ഓരോരുത്തരും ബലാത്സംഗം ചെയ്തിട്ടില്ലെങ്കിലും പങ്കെടുത്ത എല്ലാവരും ഒരേ ശിക്ഷയ്ക്ക് അർഹരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. കോടതി ചോദിച്ചതാണ്, ഈ ബലാത്സംഗം ചെയ്തത് ഒന്നാം പ്രതിയായ പൾസർ സുനി മാത്രമാണ്, മറ്റുള്ളവർക്ക് ആ പൾസർ സുനിക്കെതിരെ ചുമത്തിയ കുറ്റം നിലനിൽക്കുമെന്നുള്ള ചോദ്യത്തിനാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. 376D എന്നത് കൂട്ടബലാത്സംഗ കുറ്റമാണ്. അതിൽ ഓരോരുത്തരും ബലാത്സംഗം ചെയ്തിട്ടില്ലെങ്കിലും പങ്കെടുത്ത എല്ലാവരും ഒരേ ശിക്ഷയ്ക്ക് അർഹരാണെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കോടതി എങ്ങനെയാണ് പരിഗണിക്കുമെന്ന് നോക്കാം. സാലി, എന്താണ് വിവരങ്ങൾ? സിജു, അതായത് 6 പേർക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം എന്ന പ്രോസിക്യൂഷൻ ആവശ്യത്തിന്മേൽ ഒരു വാദം കോടതിയിൽ നടക്കുകയാണ്. ആ കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും തുല്യ പങ്കാളിത്തമുള്ള ഒരു കുറ്റകൃത്യം, അതുകൊണ്ട് തന്നെ തുല്യ ശിക്ഷ, ഏറ്റവും ഉയർന്ന ശിക്ഷ, ഇതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. പക്ഷേ കോടതി അതിനോട് പോസിറ്റീവായല്ല പ്രതികരിച്ചത്. കോടതി പറഞ്ഞത് ഒന്നാം പ്രതിയായ A1 പൾസർ സുനി എന്ന സുനിൽകുമാർ മാത്രമാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 2 മുതൽ 6 വരെയുള്ള മറ്റു പ്രതികൾ ഒന്നാം പ്രതി സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് മറ്റു പ്രതികൾക്കും ഈ സമാന ശിക്ഷയ്ക്ക് ആവശ്യമുണ്ടോ എന്ന സംശയം കോടതി പ്രകടിപ്പിച്ചു. പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തത്, മറ്റു പ്രതികൾ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. പക്ഷേ പ്രോസിക്യൂഷനും ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട വാദം, കൂട്ടബലാത്സംഗമാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിരിക്കുന്നത് 376D IPC. അപ്പോൾ കൂട്ടബലാത്സംഗം നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടബലാത്സംഗം ഒരു പ്രതിയല്ല ചെയ്തത്, ഈ പ്രതികളെല്ലാം പങ്കാളിയായ ഒരു കുറ്റകൃത്യമാണ് കൂട്ടബലാത്സംഗം എന്ന് പറയുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ 376D കൂട്ടബലാത്സംഗം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ 6 പേർക്കും കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷയായ ജീവപര്യന്തം അതാവശ്യമുണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. കോടതി തുടക്കത്തിൽ അതിനോട് പോസിറ്റീവായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം കോടതി ചോദിക്കുന്നൊരു ചോദ്യം, അത് കോടതിയുടെ ഒരു നിലപാട് വിധി എന്ന് നമ്മൾ പറയേണ്ടതില്ല. കോടതി എന്ന് പറയുന്നത് പ്രതിയുടെയും വാദിയുടെയും കൂടിയാണ് കോടതി, പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും കൂടിയാണ് കോടതി. അപ്പോൾ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് കോടതി ചോദിച്ചൊരു ചോദ്യം ഇതാണ്, ഈ A1 ആണ് ബലാത്സംഗം ചെയ്തത്, A2 to A6 ഈ ബാക്കി 5 പ്രതികൾക്കും ഈ കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷയായ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നിലനിൽക്കുമോ എന്ന സംശയം കോടതി ചോദിക്കുന്നു. കാരണം ഒറ്റ ഒരാളാണ് ബലാത്സംഗം ചെയ്തത്, ബാക്കിയുള്ളവർ സഹായിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടബലാത്സംഗത്തിനുള്ള ശിക്ഷ, പരമാവധി ശിക്ഷയായ ജീവപര്യന്തം ഈ ബാക്കി പ്രതികൾക്ക് ആവശ്യമുണ്ടോ എന്ന സംശയം കോടതി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും കോടതി പറഞ്ഞൊരു കാര്യം, പ്രോസിക്യൂഷൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബലാത്സംഗ കുറ്റം എന്ന് പറയുന്നത് കൂട്ടബലാത്സംഗ കുറ്റം IPC 376D അതെല്ലാവർക്കും നിലനിൽക്കും. അതുകൊണ്ട് ഒരാൾക്കും ഈ A1 to A6 ഒരാൾക്കും യാതൊരു ശിക്ഷ ഇളവിനും അർഹതയില്ല. A1 എന്തൊക്കെ ശിക്ഷ ലഭിക്കുന്നോ അത് A2, A3, A4, A5, A6 6 പ്രതികൾക്കും ബാക്കി 5 പ്രതികൾക്കും വേണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഒരാൾക്കും ഒരു ഇളവും നൽകേണ്ടതില്ല എന്ന് പ്രോസിക്യൂഷൻ ശക്തിയുക്തം വാദിക്കുകയാണ് കോടതി മുറിയിൽ. സാലി, ഏതായാലും ഈ 376D എന്ന് പറയുന്ന കൂട്ടബലാത്സംഗ കുറ്റം വളരെ ഗുരുതരമായതാണ്. ഈ കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രോസിക്യൂഷൻ വാദിക്കുന്നത് തന്നെയാണ്. പ്രോസിക്യൂഷൻ അതുകൊണ്ട് തന്നെ ആയിരിക്കണം പറഞ്ഞത്. അതായത് കുറ്റകൃത്യത്തിൽ ഒരാളാണ് ബലാത്സംഗം ചെയ്തതെങ്കിലും കൂട്ടബലാത്സംഗം മറ്റുള്ളവർ കൂടെ ഉണ്ടായിരുന്നു, കൂട്ടബലാത്സംഗമാണിത്, 376D തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്കും ശിക്ഷ ഇളവ് നൽകേണ്ടതില്ല. കോടതി നേരത്തെ ചോദിച്ച പോലെ ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കാം. കാരണം പ്രതിഭാഗം പറയുന്നത് കേട്ടു, പ്രോസിക്യൂഷൻ്റെ വാദവും കേട്ടു. അതിൽ കോടതി ഒരുപക്ഷെ അന്വേഷണ സംഘം കണ്ടെത്തിയത് അത് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, പ്രോസിക്യൂഷന് ബോധ്യപ്പെടുത്തി. ബലാത്സംഗം ചെയ്തത് ഒന്നാം പ്രതിയായ പൾസർ സുനിയാണ്, മറ്റുള്ളവർ കൂട്ടുനിൽക്കുകയായിരുന്നു. അവരും ഒരേ തരത്തിലുള്ള അതേ ഗ്രാവിറ്റിയിലുള്ള കുറ്റം തന്നെയാണ് അവരും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ശിക്ഷാ ഇളവിന് അർഹരല്ല എന്ന് തന്നെയാണ്. ഏതായാലും പ്രോസിക്യൂഷൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം അല്പസമയത്തിനകം വിധി ഉണ്ടാകും. 6 പ്രതികൾക്കുമുള്ള ശിക്ഷ എന്ത് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 1 മുതൽ 6 വരെയുള്ള പ്രതി, ഒന്നാം പ്രതി പൾസർ സുനി, 2ാം പ്രതി മാർട്ടിൻ, 3ാം പ്രതി മണികണ്ഠൻ, 4ാം പ്രതി വിജീഷ്, 5ാം പ്രതി സലീം, 6ാം പ്രതി പ്രദീപ്. ഇതിൽ 4ാം പ്രതി വിജീഷ് മാത്രമാണ് വ്യത്യസ്തമായ ഒരു നിലപാട് കോടതിയിൽ പറഞ്ഞത്. തനിക്ക് ചെറിയ ശിക്ഷ നൽകണം,
നാട് കണ്ണൂരായതുകൊണ്ട്, തലശ്ശേരി ആയതുകൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് അയക്കണം എന്ന് മാത്രമാണ്, വിജീഷ് മാത്രമാണ് വ്യത്യസ്തമായൊരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചത്. ഏതായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികളും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഈ 10 വകുപ്പുകൾ വരെയാണ്. അത് ഈ കൂട്ടബലാത്സംഗം ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, ദൃശ്യങ്ങൾ പകർത്തൽ അടക്കമുള്ള വിവിധ വകുപ്പുകളാണ്, 10 വകുപ്പുകളാണ് എല്ലാ പ്രതികൾക്കുമെതിരെ ചുമത്തപ്പെട്ടത്. ഇപ്പോൾ കോടതി ചോദിച്ചത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1-ാം പ്രതി മാത്രമാണ് ബലാത്സംഗം ചെയ്തത്, മറ്റു പ്രതികൾ കൂടെ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1-ാം പ്രതിക്കുള്ള ശിക്ഷ മറ്റു പ്രതികൾക്ക് ബാധകമാകുമെന്നുള്ള ചോദ്യം, അത് ചോദ്യം മാത്രമാണ്, കോടതിയുടെ ചോദ്യം മാത്രമാണ്. പക്ഷേ അതിന് കൃത്യമായ മറുപടി നൽകാൻ ഇപ്പോൾ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. 376D എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്കും ശിക്ഷ ഇളവിന് അർഹതയില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സാലി മുഹമ്മദ് ഒരിക്കൽ കൂടി ചേരുന്നു. സാലി, ഏതായാലും പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയാകാറായോ? എന്താണ് കോടതിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? അതായത് സിജു, പ്രോസിക്യൂഷൻ്റെ വാദം പുരോഗമിക്കുകയാണ്. പ്രോസിക്യൂഷൻ നേരത്തെ സിജു സൂചിപ്പിച്ച കാര്യം തന്നെയാണ് പറഞ്ഞത്. IPC 376D എന്ന് പറയുന്നത് ഗാങ് സെക്ഷൽ അസാൾട്ട് എന്ന് തന്നെയാണ് അതിൻ്റെ നിയമം വിവക്ഷിക്കുന്നത്. ഒരു കൂട്ടമായി ചേർന്ന് ലൈംഗിക അതിക്രമം, ബലാത്സംഗം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 പ്രതികൾക്കുമെതിരെ 376D നിലനിൽക്കും എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ഇവർക്ക് ഈ 6 പേർക്കും ഇക്കാര്യത്തിലുള്ള പരമാവധി ശിക്ഷയ്ക്ക് അർഹതയുണ്ട് എന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. പക്ഷേ കോടതി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചില വാദങ്ങൾ, ചില സംശയങ്ങൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം കോടതി പറയുന്നത് ഈ 1-ാം പ്രതി A1 പൾസർ സുനി എന്ന സുനിൽകുമാറാണ് ഈ നടിയെ വാഹനത്തിനുള്ളിലിട്ട് ബലാത്സംഗം ചെയ്തത്. മറ്റുള്ളവർ അതിനുള്ള സാഹചര്യം ഒരുക്കുകയും സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തവരാണ്. അവർക്ക് എങ്ങനെ ബലാത്സംഗ കുറ്റം നിലനിൽക്കും എന്ന സംശയം കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുകയാണ്. അതായത് പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തോട് പോസിറ്റീവായല്ല കോടതി ഈ വാദത്തിനിടയിൽ പ്രതികരിച്ചിരിക്കുന്നത്, വിധിയല്ല, വാദത്തിനിടയിൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം എന്ന പ്രോസിക്യൂഷൻ്റെ ആവശ്യത്തോട് കോടതി അതിനെ പോസിറ്റീവായി കാണുന്നില്ല. കോടതി നേരത്തെ പറഞ്ഞ വാദമാണ്, അല്ലെങ്കിൽ കാര്യമാണ് കോടതി പറയുന്നത്. ഇത് ഒരാൾ ചെയ്ത കുറ്റം ബാക്കിയുള്ളവർ സഹായിച്ചു, ആ ഒരാൾ ചെയ്ത കുറ്റത്തിന് ബാക്കി സഹായിച്ചവർക്കും അതേ ശിക്ഷ എന്ന് പറയുന്നത് നിലനിൽക്കുമോ എന്ന സംശയം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് പ്രോസിക്യൂഷനോട് ചോദിക്കുകയാണ്. പക്ഷേ പ്രോസിക്യൂഷൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഗാങ് സെക്ഷൽ അസോൾട്ട് എന്ന് കോടതി അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വിവക്ഷിച്ചിരിക്കുന്ന കൂട്ടബലാത്സംഗം, ആ കൂട്ടബലാത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവരും 376D നിലനിൽക്കുമെങ്കിൽ അവർക്ക് എല്ലാവർക്കും പരമാവധി ശിക്ഷയ്ക്ക് അർഹതയുണ്ട് എന്ന് തന്നെയാണ്. ഒരാൾക്കും ഒരു ശിക്ഷാ ഇളവിനും അവകാശമില്ല എന്നതാണ് പ്രോസിക്യൂഷൻ്റെ വാദം. ഏതായാലും വാദം പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷയിലേക്കാണോ കോടതി പോവുക, അതോ പ്രതിഭാഗം കോടതിയുടെ കനിവിനായി തേടിയതുപോലെ ആ വകുപ്പ് പ്രകാരം ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയിലേക്കാണോ കോടതി എത്തുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അല്ലാതെ ഇവരാരെയും ഇനി കുറ്റവിമുക്തരാക്കുകയോ നിരപരാധിയെ പ്രഖ്യാപിക്കാനുള്ള ഇവർ കോടതിയിൽ പറഞ്ഞത് അങ്ങനെയാണ്. അതിനൊന്നും ഒരു നിയമപരമായ സാധ്യതയും CRPC പ്രകാരമില്ല. അത് ഇനി ചെയ്യാൻ കഴിയുക ഇവർക്ക് മിനിമം ശിക്ഷയാണോ മാക്സിമം ശിക്ഷയാണോ, എന്താണ് ശിക്ഷ എന്നുള്ളതാണ്. മിനിമം ശിക്ഷയ്ക്ക് വേണ്ടി പ്രതിഭാഗം പ്രയർ ചെയ്തു, മാക്സിമം ശിക്ഷയ്ക്ക് വേണ്ടി പ്രോസിക്യൂഷൻ വാദിക്കുന്നു. അതാണ് ഇപ്പോൾ കോടതി മുറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.